ഇത് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ ഒരു ചായ പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി ഉണ്ടല്ലോ, ഉണ്ണിയപ്പം ചട്ടിയിൽ കോരി വെച്ചിട്ട് ഉണ്ണിയപ്പം പോലെ റെഡിയാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നെയ്യപ്പം പോലെ ചീനിച്ചട്ടിയിൽ നമ്മൾ ഒഴിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കല്ലേ, അതേപോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് കൂടി 4 കൂട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. റവയും വേണം, പിന്നെ ഏത്തപ്പഴം. ഏത്തപ്പഴമൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പഴമുണ്ടോ. ഏത്തപ്പഴം വേണം, പാലും വേണം, പശുമ്പാല്, ശർക്കരയും വേണം. ഈ 4 കൂട്ടം സാധനങ്ങളാണ് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് വറുത്തിടാം, പിന്നെ ഏലക്കായ വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. മെയിനായിട്ട് ഈ 4 കൂട്ടം സാധനങ്ങൾ വേണം. ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സാധാരണ നമ്മൾ ഉണ്ണിയപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കേടുവരില്ലേ. പക്ഷേ ഇത് ഒരാഴ്ച വരെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഞാനിപ്പോൾ കൂടുതൽ പറയില്ല. അപ്പോൾ ഈ നമുക്ക് അതിൻ്റെ മിക്സിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ, റവ എടുത്തിട്ടുണ്ട്, വറുക്കാത്ത റവയായിട്ട് എടുത്തേക്കുന്നത്. 250 ml മെഷീൻ കപ്പിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 250 ഗ്രാം റവ എടുക്കുക. പിന്നെ വേണ്ടത് ശർക്കര. ശർക്കര നിങ്ങൾക്ക് 200 ഗ്രാം തുടങ്ങിയിട്ട് 250 ഗ്രാം വരെ എടുക്കുക. ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്കാണ് മധുരം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 ഗ്രാം ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 250 ml മെഷീൻ കപ്പിൽ 1 കപ്പ് പാല്. പിന്നെ നമുക്ക് വേണ്ടത് ഏത്തപ്പഴം. ഈ ഏത്തപ്പഴം നോക്കിക്കേ, ഇത് കുറച്ച് വലിയ പഴമാട്ടാ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു 3/4 ഭാഗം മതി. സാധാരണ നാടൻ ഏത്തപ്പഴമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര നമുക്കൊന്ന് അരിയിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ റവയിലേക്ക് നമുക്ക് ഈ പാല് ചേർത്തിട്ട് റവ നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇത് കാച്ചാത്ത പാലാണ്, കാച്ചിയ പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചൂടോട് കൂടിയിട്ട് ചേർക്കേണ്ട സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ റവ ഒന്ന് കുതിർന്ന് വരണമല്ലോ. അപ്പോൾ ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര നമുക്ക് അരിയിച്ചിട്ടെടുക്കാം. ഇന്ന് പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്നോ വീണിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം മുമ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നോ വീഴണു, അപ്പോൾ വേഗം പോന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇത് ഉണ്ടാക്കാമെന്ന് കരുതി. ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാം. ഇപ്പോൾ ഇവിടെ സമയം 2 മണിയായിട്ടുള്ളൂ. 3:30 ആകുമ്പോഴേക്കും ചായ ഉണ്ടാക്കി ചായയുടെ കൂടെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ശർക്കര നമുക്ക് അലിയിച്ചിട്ടെടുക്കാം. ശർക്കര ഇത് ഉടച്ചിട്ടില്ല, പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ശർക്കരയാണ്. ഉടയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, പുറത്ത് കൊണ്ടിട്ട് ചതയ്ക്കാം. ഇത് പെരിയാറിൻ്റെ ശർക്കര ആയിട്ടത്. നല്ല ശർക്കര, നല്ല കറുത്ത ശർക്കര. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കറുത്ത ശർക്കരയ്ക്ക് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ള ശർക്കര വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ കറുത്ത ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പായസത്തിനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് അരിയിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. നോക്കിക്കേ, അല്ലെങ്കിൽ വേണ്ട, ശർക്കര ഞാനൊന്ന് ഉടച്ചിട്ട് കൊണ്ടുവരാം. ഇത് ചീമ്പിയിട്ടാലും മതി, നോക്കട്ടെ. ഒന്ന് ചീമ്പിടാം. അത് നല്ല സോഫ്റ്റായിട്ടിരിക്കുക ശർക്കര. അല്ലെങ്കിൽ ഇത് അരിയാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ഞാൻ ഇതാ നോക്കിക്കുക, ടേബിൾ സ്പൂണിലായിട്ട് ഒഴിക്കുന്നത്. കാരണം കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. 2, ഒരു 3, ഓക്കെ, 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുള്ളൂ. നമുക്ക് തീ ഓണാക്കാം. ഇതലിഞ്ഞ് വെള്ളമായി വരട്ടെ. ഇതേപ്പോൾ സ്നോയ്ക്ക് മാറിയിട്ടോ.
എന്നാലിങ്ങനെ ആകെ ഒരു ക്ലൗഡി ആയിട്ടാണ് നിൽക്കണേ. ഇച്ചിരിയും കൂടി ഒന്ന് അലിയാനുണ്ട്. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് അലിഞ്ഞോളൂ. നോക്കിക്കേ, നമ്മൾ ഇതിനകത്തേക്ക് വെറും 4 ടേബിൾ സ്പൂൺ വെള്ളമല്ലേ ചേർത്തുള്ളൂ. പക്ഷേ ശർക്കര അലിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കേ അത്യാവശ്യം നല്ല പാനിയുണ്ട്. വെള്ളം അങ്ങനെ കൂടുതൽ ചേർത്തുണ്ടെങ്കിലേ നമുക്ക് ഈ ശർക്കര ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. അതേ പിന്നെ ശർക്കരയൊക്കെ അവിടെ ഇരുന്നിട്ട് നൂൽപ്പരുവൊക്കെ ആവും. ഇനി ശർക്കര ചൂടാറട്ടെ. അപ്പോൾ ഈ നമ്മുടെ റവ എന്തായി നോക്കാം. ഇതേ റവ പാലിലിരുന്നിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ശർക്കര പാനിയും കൂടിയിട്ട് ചൂടാറണം. ചെറുതായിട്ട് പുറത്ത് സ്നോ വീണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാത്തൻകുഴി കൊണ്ടെടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. അതിങ്ങനെ വീഴുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ താഴെ എത്തുമ്പോൾ വെള്ളമാവണുണ്ട്. കാരണം ടെമ്പറേച്ചർ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഫ്രീസിങ്ങിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടിങ്ങനെ മഴയും കൂടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചാത്തൻ കോഴി ഞാൻ ഡോറ് തുറന്നപ്പോൾ വേഗം ഓടിയെത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല തണുപ്പുണ്ട്, എന്നാലും കൂട്ടി കയറില്ല. സ്നോ വീഴുന്നത് എനിക്ക് വേണം അത്രയ്ക്ക് ഇതിനകത്ത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. റൂഫിൻ്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും. അത് മുകളിൽ നിന്ന് വീഴുമ്പോൾ സ്നോ ആയിട്ട് വരുന്നത്, ഇവിടെ എത്തുമ്പോൾ അത് വെള്ളമായിട്ട് വീഴുന്നത്. അത്രയ്ക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ ഇനി വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങക്കൊത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. തേങ്ങ ഇപ്പോൾ പുതിയത് വെട്ടിയതാണ്. എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ഷെല്ല് മാറ്റിയിട്ട് ആ ചിരട്ട മാറ്റിയിട്ട് എനിക്ക് ഇതേപോലെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ കൊത്തി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് തേങ്ങക്കൊത്തും കൊട്ടിയിട്ട് ചേർക്കണുണ്ട്. തേങ്ങക്കൊത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തും കൊട്ടിയിട്ട് റെഡിയാക്കാം. ഇവിടെ തേങ്ങയ്ക്ക് ഭയങ്കര വില കൂടിയിട്ടാണ്. ഒരു തേങ്ങയ്ക്ക് $2 ഇപ്പോൾ. പണ്ട് ഒരു തേങ്ങയ്ക്ക് ആദ്യം 50 സെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ $1. ഇപ്പോൾ $2. $2 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 150 രൂപയുണ്ട് ഒരു തേങ്ങയ്ക്ക്. തേങ്ങയ്ക്ക് മാത്രമല്ല, എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്. അതേപോലെ തേങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കത് വെട്ടി തരില്ല. നോക്കി വാങ്ങാൻ അറിയാത്തവർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങ കേടായിരിക്കും. കേടായിട്ടുണ്ടെങ്കിലും അവർ തിരിച്ചെടുക്കില്ല കേട്ടോ. ബാക്കി എന്ത് സാധനം തിരിച്ചെടുക്കും. പക്ഷേ തേങ്ങ സാധാരണ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്നുള്ള തേങ്ങ വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അവർ തിരിച്ചെടുക്കില്ല. തേങ്ങ നല്ലത് നോക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേങ്ങ നല്ലൊരു കറുത്ത കളറായിരിക്കണം. മൂത്ത തേങ്ങയ്ക്ക് നല്ലൊരു കറുത്ത കളറായിരിക്കും. അതേപോലെ തന്നെ ആ തേങ്ങയുടെ കണ്ണിനായിരുന്നാലും, അതിൻ്റെ 3 കണ്ണുണ്ടല്ലോ, 3 കണ്ണിനായിരുന്നാലും നല്ല കറുത്ത കളറുണ്ടാവും. അത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ എന്താ പറയുക, നല്ല ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കണം. നാശമായ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഒന്ന് കുലുക്കി നോക്കണം. തേങ്ങ തന്നെ ഭയങ്കരമായിട്ട് കുലുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മൂത്ത തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കുലുങ്ങുള്ളൂ. അതിന് നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ തേങ്ങ വാങ്ങേണ്ടത്. സാധാരണ ഞാൻ കടയിലേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ ചേർത്ത് തേങ്ങ എടുക്കും, കുലുങ്ങുണ്ടോ നോക്കിയിട്ട് എടുത്തുകൊണ്ടാണ്. പക്ഷെ തേങ്ങ കേടായിരിക്കും. അപ്പോൾ ഇനി തേങ്ങക്കൊത്ത് ഒന്ന് വറുത്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ സെയിം ഓയിൽ തന്നെയാണ് എന്നാൽ അപ്പം ഉണ്ടാക്കാനും പോകുന്നത്. ഈ തേങ്ങക്കൊത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. എന്നാലും മാത്രമേ അത് കടിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ ഓഫ് ചെയ്യരുത് കേട്ടോ. അത് പറഞ്ഞിട്ട് കരിഞ്ഞ് പോവുകയും ചെയ്തത്. അപ്പോൾ അതിവിടെ നിന്നിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അത് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയ തീയിലിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് നമുക്ക് ഇനി റെഡിയാക്കാം. അതുവഴി നിന്ന് റെഡിയാവട്ടെ. അപ്പോൾ നമ്മൾ മിക്സിങ് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ റവയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മുടെ ശർക്കര പാനി നോക്കിക്കേ, എന്ത് കട്ടിയായിട്ട് ഇരിക്കണേ നോക്കിക്കേ. ഈ ശർക്കര പാനിയൊക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. കുറേ നാൾ വരെ കേടുവരണ്ടേ പഴം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്
ഇത് വലിയ പഴമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുക്കണുള്ളൂ കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ. പച്ചക്കായ വാങ്ങിച്ചു വെച്ചിട്ട് ഇരുന്ന് പഴുത്തതാണ്, നല്ല മധുരമുണ്ട്. ചില സമയത്ത് കല്ലപ്പം വരാറുണ്ട്, പക്ഷേ ഇതിന് കല്ലപ്പമൊന്നുമില്ല, നല്ല പഴമാണ്. പിന്നെ ഇതിലേക്ക് എടുക്കുമ്പോൾ നല്ല പഴം പഴുത്തിട്ട് നല്ല കറുത്ത കളർ വരില്ലേ, അങ്ങനത്തെ പഴം എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ്. കുറച്ചും കൂടി പഴം ചേർക്കാനുണ്ട്. ഞാനിതൊന്ന് എൻ്റെ വലിയ ജാറിൻ്റെ മൂടിയുടെ ക്ലിപ്പ് പൊട്ടിപ്പോയി, നാട്ടിൽ പോയിട്ടാണ് പുതിയ ജാറ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത്ര പഴം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് മറ്റേതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങക്കൊത്ത് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു മൂടി കെട്ടിയ പോലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 2:15 പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഏതാണ്ട് 5 മണിയായ പോലെ ഇരിക്കണേ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പഴം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ വയ്ക്കാം. ഞാൻ ആമസോണിൽ നിന്ന് ഓർഗാനിക് വാങ്ങിച്ചിട്ടോ ഏലക്കായ. നല്ല മണം. ഇതാ ശരിക്കും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണ ഏലക്കായ പോലെയല്ല കേട്ടോ, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ സാധാരണ എപ്പോഴും സാധാരണ വാങ്ങാറ്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓർഗാനിക് വാങ്ങിച്ചു. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് എനിക്ക് തോന്നുന്നു $12 $13 ഏലക്കായ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോ നിങ്ങൾ. ഇതിൻ്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അരച്ചിട്ടെടുക്കട്ടെ. അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങക്കൊത്തുണ്ടല്ലോ, അതും കൂടിയിട്ട് ചേർക്കാം. ഒരു 2 നുള്ളു ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിക്കാം, അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചെറുതായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് നോക്കിക്കേ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും. ഇത് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമാണ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. കഴിഞ്ഞ് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് വരും. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയപ്പോൾ തന്നെ 2 എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് പ്രത്യേകിച്ച് നല്ല സോഫ്റ്റായിട്ടായിരിക്കണം, നല്ല രസമാണ്. പുറത്ത് നല്ല മൊരിച്ചിലുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. മധുരമൊക്കെ നല്ല കറക്റ്റ് പാകാം. അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്കിപ്പം ഇത്രയ്ക്ക് മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 ഗ്രാം ശർക്കര ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ല മധുരമുണ്ട്. ആ തേങ്ങക്കൊത്തും കൂടി ചേർക്കാം, ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
പതുക്കെ പതുക്കെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് പുറത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഒരാഴ്ച വരെ, എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം വരെ എന്തായിരുന്നാലും കേടുവരില്ല. കാരണം ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കേടുവരില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റോടൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കോരി വെച്ചിട്ട് ഉണ്ണിയപ്പം ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കുക. പക്ഷെ വീട്ടിലുണ്ടാക്കി വെച്ചാലും ഇത് അധികം ദിവസം ഇരിക്കില്ലല്ലോ, പെട്ടെന്ന് എല്ലാവരും കഴിച്ചു തീർക്കും. നല്ല രസമുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.